നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ. ഇന്നത്തെ നമ്മുടെ കഥയിലെ വില്ലൻ വേറെ ആരുമല്ല, ഗ്യാസ് ആണ്. ഗ്യാസ് ട്രബിൾ ശരിക്കും ഒരു ട്രബിൾസം പ്രോബ്ലം തന്നെയാണ്. ഗ്യാസ് ഉണ്ടാവാൻ രണ്ട് കാരണമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഫൈബർ റിച്ച് ഫുഡ്, അതായത് ഒരുപാട് ഇൻസോല്യുബിൾ ഫൈബറുള്ള ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോഴായിരിക്കും ഗ്യാസ് ഉണ്ടാവുക. ഇങ്ങനെയുള്ളവർ സാധാരണ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് സവാള, വെളുത്തുള്ളി അല്ലെങ്കിൽ തണ്ണിമത്തങ്ങ കഴിക്കുമ്പോൾ ഗ്യാസ് കയറുന്നതാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഫൈബർ നമ്മുടെ വൻകുടലിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ ബാക്ടീരിയ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് ഗ്യാസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് നാളത്തേക്ക് ഫൈബർ റിച്ച് ഫുഡ് അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ദഹന പ്രക്രിയയെ ഒന്ന് മെച്ചപ്പെടുത്തുക. അപ്പോൾ ഗട്ടിനകത്തുള്ള ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നീർക്കെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാകുന്നവരാണ്. അവർക്ക് എന്താണ്, പ്രോട്ടീസ് എന്ന് പറഞ്ഞ എൻസൈം കുറവാണ്. പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അന്നജം ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് ഇറച്ചി, മീനിൽ, മുട്ടയിലൊക്കെയാണ്. പാല്, ഇത് വേറൊരു പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇത് കഴിക്കുമ്പോൾ ഗ്യാസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് ഈ പ്രോട്ടീസ് എന്ന് പറഞ്ഞ എൻസൈം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, പപ്പായ, പൈനാപ്പിളൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് നാച്ചുറലി കുറേ പെയിൻ, ബ്രോമലിൻ എന്നൊക്കെ പറഞ്ഞ എൻസൈംസ് നമുക്ക് കിട്ടും. ഇത് നമ്മുടെ പ്രോട്ടീനെ ദഹിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറിക്ക് നമുക്ക് അങ്ങനത്തെ ഫുഡ് കുറച്ച് അവോയ്ഡ് ചെയ്യണം, ഗട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കണം. രണ്ടാമത്തെ കാറ്റഗറിക്ക് എൻസൈമിൻ്റെ അളവ് കൂട്ടണം. ഇനി ഇത് എല്ലാം പരീക്ഷിച്ച് നോക്കുക. ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. താങ്ക് യു.